വലിയ മഴ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ മറ്റ് 7 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്ന് 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നുള്ളത് കൂടിയുണ്ട്. വയനാട് കൽപ്പറ്റ ബൈപ്പാസിന് മുകളിലെ മലയിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. ചെളിയും വെള്ളവും റോഡിലേക്ക് ഒഴുകുകയാണ്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമവും അവിടെ തുടരുന്നുണ്ട്. കാസർഗോഡ് കരിന്തളം ചീമേനി മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി വീണ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുകയാണ്. കനത്ത മഴയും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് പലയിടത്തും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. തിരുവനന്തപുരം പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് DTPCയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രവും അടച്ചു. കോട്ടയം ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമാല അരുവി എന്നിവിടങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ പ്രേക്ഷകർക്കായി വിവരങ്ങൾ പങ്കുവയ്ക്കും. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡേക്ക് നമുക്ക് പോകാം. ആദ്യം കാസർഗോഡ് നിന്നും KV ബൈജു ആണ് ചേരുന്നത് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ബൈജു. വലിയ മഴ കഴിഞ്ഞ ദിവസങ്ങളിലും കാസർഗോഡ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ബൈജു? തീർച്ചയായും വടക്കൻ ജില്ലകളിൽ മഴ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. കരിന്തളത്തും ചീമേനിയിലും ശക്തമായി വീശിയ ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമാണ്. നിരവധി വീടുകളുടെ മുകളിൽ ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും വലിയ തോതിലുള്ള ആളപായമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസം. അതേസമയം പുഴകളിലെല്ലാം ഇത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു ആശങ്കയുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തീരദേശങ്ങളിലും വലിയ തോതിലുള്ള കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. വരും സമയങ്ങളിലും കടലാക്രമണം ശക്തമാവും, കള്ളക്കടൽ പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പുമുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും എവിടെയും ആളുകളെ മാറ്റി താമസിച്ചില്ല. പലരും ബന്ധുവീടുകളിലേക്കാണ് മാറി താമസിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. എന്തായാലും ഈ കാഞ്ഞങ്ങാട് സൗത്തിലാണ് ഈ ഒരു നിർത്തിയിട്ട കാറിന് മുകളിൽ ഒരു തെങ്ങ് കടപുഴകി വീണ് കാറ് പൂർണ്ണമായും തകർന്ന സാഹചര്യമുണ്ടായത്. ഒപ്പം ഈ കരിന്തളം മേഖലകളിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണും മറ്റും. ഏതായാലും വൈദ്യുതി ബന്ധം കഴിഞ്ഞ 3 ദിവസമായി ജില്ലയിൽ താറുമാറായ ഒരു അവസ്ഥ തന്നെയാണുള്ളത്. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നാണ് വൈദ്യുതി വകുപ്പ് അധികൃതർ പറഞ്ഞത്. അപ്പോഴും ഇടവിട്ട് വരുന്ന ശക്തമായ കാറ്റിൽ ഇത്തരത്തിൽ മരങ്ങൾ വീണ്ടും കടപുഴകി വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമായും ജില്ലാ കലക്ടർ ഇന്നലെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി അധ്യയനം മുടങ്ങിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ വിദ്യാർത്ഥികളെ അത് ബാധിക്കും. അതുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഇല്ല എന്നൊരു വാർത്താക്കുറിപ്പ് ഇന്നലെ ഇറക്കിയിരുന്നു. അതേസമയം കണ്ണൂർ ജില്ലയിൽ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. പരീക്ഷകൾ, അതായത് നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും മാറ്റമില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ 2 പേരാണ് കാലവർഷക്കെടുതിയിൽ മരിച്ചത്. ചൊക്ലിയിലും മട്ടന്നൂരിലും 2 പേർ മരിച്ചു. വെള്ളക്കെട്ടിൽ വീണാണ് അപകടമുണ്ടായത്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ അത്തരത്തിൽ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വീടുകളും ഒപ്പം വ്യാപകമായി കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ
കാറ്റ് ശക്തമായ വീശിയടിക്കുന്ന കാറ്റിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള അപകടം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായത്. എന്നാലും വിനോദസഞ്ചാര മേഖലകൾ 2 ദിവസങ്ങളിലായി അടഞ്ഞുകിടക്കുകയാണ്. ഇന്നും നിരോധനം തുടരും. അതായത് പള്ളിക്കര ബീച്ച്, ആജാനൂർ കൈറ്റ് ബീച്ച്, ചെമ്പേരിക്ക, റാണിപുരം തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം അടച്ചിട്ടിട്ടുണ്ട്. കാരണം നമുക്കറിയാം മലയോര മേഖലകളിൽ വലിയ തോതിലുള്ള ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ള വിനോദ സഞ്ചാര കേന്ദ്രമായ റാണിപുരം ഇന്നും അടച്ചിടും. ഏതായാലും ഈ മലയോരത്തേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശമുണ്ട്. രാത്രികാലങ്ങളിൽ പൂർണ്ണമായും യാത്ര ഒഴിവാക്കണം. അത്യാവശ്യമാണെങ്കിൽ മാത്രം മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം ഒരുക്കമാണ്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ ജില്ല സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ കമ്മിറ്റി ഓരോ ദിവസവും ഇത്തരത്തിൽ യോഗം ചേരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും മിക്കയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ജില്ലയിലെ മിക്കയിടങ്ങളും വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യം തന്നെയാണ്. തുടർച്ചയായ 3 ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അല്പം മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇരുണ്ട് കൂടിയ ഒരു കാലാവസ്ഥ തന്നെയാണ്. മഴ ശക്തമായി ഇന്നും ഉണ്ടാകും. വരും ദിവസങ്ങളിൽ അതായത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. എല്ലാ ഇടങ്ങളിലും വെള്ളം കയറിയ ഒരു സാഹചര്യം തന്നെയാണ്. ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് ദക്ഷിണ കന്നഡ ജില്ല, പ്രധാനമായും മംഗളൂരു. നമ്മുടെ പല കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ആശുപത്രിയും മറ്റുമായി ഇത്തരത്തിൽ മംഗളൂരുവിനെ ആശ്രയിക്കുന്നതാണ്. ഈ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പരമാവധി യാത്രകൾ മാറ്റിവെക്കണമെന്ന ഒരു നിർദ്ദേശം മംഗളൂരിൽ നിന്നും എത്തിയിട്ടുണ്ട്. മംഗളൂരിന്റെ തീരപ്രദേശങ്ങളിലെല്ലാം കടലാക്രമണ ഭീഷണി തന്നെയാണ്. ഇവിടെയൊക്കെ നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അത് ബന്ധുവീടുകളിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഏതായാലും അപകടകരമായി ഉള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കലക്ടർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യത്തിലുള്ള മരങ്ങൾ അടിയന്തരമായി മുറിക്കണം. അതായത് സ്കൂളിന് സമീപത്തുള്ള മരങ്ങൾ പ്രത്യേകിച്ച് മുറിച്ചു മാറ്റാൻ തയ്യാറാകണം. ഏതായാലും എന്തെങ്കിലും ഏതെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ വിദ്യാലയങ്ങൾക്ക് അപ്പോൾ അവധി നൽകാമെന്ന ഒരു അറിയിപ്പാണ് ജില്ലാ കളക്ടർ നൽകിയത്. ഏതായാലും എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗങ്ങളും സർക്കാർ വിഭാഗങ്ങളും ഇത്തരത്തിൽ ജാഗ്രതയോടുകൂടി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ അത്തരത്തിലുള്ള സജ്ജീകരണമായുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക സംഘങ്ങളും കാസർഗോഡ് ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് ഇത്തരത്തിൽ നിരീക്ഷണം നടത്തുന്നത്. ഏതായാലും ആളപായം ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരം. അതേസമയം വരും സമയങ്ങളിലും ശക്തമായ അതിതീവ്ര മഴ സാധ്യത മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതാണ് ബൈജു, ഇത്തരത്തിൽ ഈ മഴ വലിയ രീതിയിൽ നിന്ന് പെയ്യുമ്പോൾ എല്ലാവർക്കുമുള്ള ഒരു ആശങ്കയാണ് നാളെ സ്കൂളിൽ പോകണോ എന്നൊക്കെയുള്ള കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും വലിയ ആശങ്കയാണത്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ കമന്റുകൾ വരുന്നുണ്ട്. കാസർഗോഡ് നല്ല മഴയാണ്, സ്കൂളുകൾക്ക് അവധി വേണമെന്നുള്ള കമന്റുകൾ വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, കാസർഗോഡ് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. മലപ്പുറത്തും ഇതുപോലെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ മലപ്പുറത്തും കാസർഗോഡും ഇതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ബൈജു പറയുന്നത്. ബൈജു, ഈ ചുഴലിക്കാറ്റ് ഈ കരിന്തളം, ചീമേനി ഭാഗത്തൊക്കെ ഉണ്ടായി, അത് വലിയ അവിടെ നാശനഷ്ടമുണ്ടാക്കി എന്നൊക്കെ അറിയുന്നുണ്ടല്ലോ. അതുപോലെ ഇപ്പൊ ബൈജു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവിടെ വലിയ മഴ പെയ്യുന്നില്ല എന്നുള്ളതുമുണ്ട്. ഈ മഴയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? പെട്ടെന്ന് പെയ്ത് മാറുകയാണോ ചെയ്യുന്നത്, അതോ നിന്ന് പെയ്യുന്ന മഴയാണോ? ഇത് എത്രത്തോളം കൃഷിക്കൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന മഴയാണോ ഇത്? തീർച്ചയായും ഇപ്പോൾ അല്പസമയം മുമ്പാണ് മഴ നേരിയ തോതിലുള്ള ഒരു ശമനം ഉണ്ടായത്. ഇപ്പോൾ വലിയ മഴയില്ല, പക്ഷേ ഇരുണ്ടു കൂടിയ കാലാവസ്ഥ തന്നെയാണ്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. മഴ തുടർച്ചയായ 3 ദിവസം തുടർച്ചയായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജലാശയങ്ങളെല്ലാം ഇത്തരത്തിൽ വലിയ തോതിൽ പുഴകളിലെല്ലാം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പുഴകളുള്ള ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ പുഴയോരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യമാണ്. നമുക്ക് തന്നെ ഇന്നലെ ഒരുപാട് പേരാണ് ഈ സ്കൂൾ അവധിയുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇത്തരത്തിൽ നിരവധി കമന്റുകൾ കാണാം. അതുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഇതിനൊരു വിശദീകരണം തന്നെ ഇറക്കിയത്. അതായത് പ്രധാനമായും ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് ഈ 4 ദിവസം തുടർച്ചയായ സ്കൂൾ അവധിയായതിനാൽ തന്നെ അത് സാധാരണക്കാരായ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഏതായാലും നിലവിൽ അവധിയില്ല എന്ന് പറഞ്ഞ
ഒരു പത്രക്കുറിപ്പ് ജില്ലാ ഭരണകൂടത്തിന് ഇറക്കേണ്ട സാഹചര്യം വന്നു. അത്തരത്തിൽ വ്യാജ പ്രചരണവും നിരവധി വ്യാജ പ്രചരണവും ഇത്തരത്തിൽ ഉണ്ടായി. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഏതായാലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒന്നും തന്നെ അവധിയില്ല. പക്ഷേ അതീവ ജാഗ്രത ഉണ്ടാകണമെന്ന നിർദ്ദേശം പ്രത്യേകം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. മലയോര മേഖലകളിൽ ഉള്ളവരാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടി കഴിയുന്നത്. കാരണം ഏത് സമയത്തും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ ഭീഷണി ഈ പ്രദേശങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കാലവർഷത്തിൽ നിരവധി ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്, മണ്ണിടിച്ചൽ ഉണ്ടായത്, വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായി. ഏതായാലും ഇത്തവണ ചുഴലിക്കാറ്റിലാണ് വലിയ നാശനഷ്ടം ഉണ്ടായത്. അത് കൃഷിയെയും വീടുകളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. മരങ്ങൾ, നിരവധി ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ മഴ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും മഴ പെയ്തു തുടങ്ങിയാൽ തുടർച്ചയായ മണിക്കൂറുകളിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട്, ഇത്തരത്തിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ, അതായത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. അതുകൊണ്ട് ഏതായാലും ഇനിയും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജില്ലയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ശക്തമായ തിരമാലകൾ ഉണ്ടാകും. അതുകൊണ്ട് തീരപ്രദേശങ്ങളിലുള്ളവരും ഒരു ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സജ്ജമാണ്. ഏത് സമയത്തും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ അത്തരത്തിൽ തയ്യാറായി ജില്ലാ ഭരണകൂടവും ഉണ്ട്. എന്തായാലും അതുമാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ജില്ലാ ആസ്ഥാനത്ത് ഒപ്പം താലൂക്ക് അടിസ്ഥാനത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളുമായി ജില്ലാ ഭരണകൂടം രംഗത്തുണ്ട്. എന്തായാലും മഴ ഇപ്പോഴും വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടാകും. ഇപ്പോഴും മഴ നേരിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തുടർച്ചയായി പെയ്ത മഴയ്ക്ക് ചെറിയൊരു ഇടവേള വന്നത് ഇപ്പോൾ രാവിലെയോടുകൂടിയാണ്. എന്തായാലും മഴ വീണ്ടും ശക്തമായി വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒപ്പം ശക്തമായ കാറ്റും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാലാവസ്ഥാ പ്രവചനത്തിലുണ്ട്. ശരി ബൈജു, വ്യക്തമാണ്. എന്തായാലും കാസർഗോട്ടെ കാര്യം അങ്ങനെയാണ്. കാസർഗോഡ് മുന്നറിയിപ്പുകൾ നമുക്ക് പാലിക്കാം. കാസർഗോഡ് മാത്രമല്ല, മഴ മുന്നറിയിപ്പുകൾ നമുക്ക് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന മുന്നറിയിപ്പുകൾ നമുക്ക് പാലിക്കാം. ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങാം. കെ വി ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് നിന്നും സിദ്ദിഖ് പന്നൂരാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. സിദ്ദിഖ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് അവധിയുള്ള 8 ജില്ലകളിൽ ഒരു ജില്ലയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നറിയുന്നു. എവിടെയൊക്കെയാണ് മഴ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത്? അശ്വതി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ജില്ലയിൽ വ്യാപകമായി, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കനത്ത മഴ തന്നെ ഒരു 3 ദിവസമായിട്ട് തുടരുകയാണ്. ബൈജു പറഞ്ഞ പോലെ തന്നെ ഇടതടവില്ലാത്ത മഴ എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോ രാവിലെ അല്പസമയം മുന്നേ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വീണ്ടും മഴ അതിമർത്ത് പെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു ചില ഭാഗങ്ങളിൽ മഴ തുടരുക തന്നെയാണ്. പ്രത്യേകിച്ച് താമരശ്ശേരി, ചുരം, അതുപോലെ തിരുവമ്പാടി, കോടഞ്ചേരി, തുഷാരഗിരി പോലത്തെ പ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയാണ്. പലയിടങ്ങളിലും ചെറിയ രീതിയിൽ മണ്ണിടിച്ചിൽ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി കിണറുകൾ ഇടിഞ്ഞതായ ഒരു സാഹചര്യമുണ്ട്. മൊത്തത്തിലുള്ള ഒരു കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ കോഴിക്കോട് താലൂക്കിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് 30-ലേറെ വീടുകൾ ഭാഗികമായി കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് 30-ലേറെ വീടുകൾ തകർന്നു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ നമുക്ക് എടുത്തു പറയാവുന്ന കോഴിക്കോട് താലൂക്കിൽ 36 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നത്. അതായത് 10 കുടുംബങ്ങളിൽ നിന്നായി 14 സ്ത്രീകളും 13 പുരുഷന്മാരും ഉൾപ്പെടെയുള്ള 30 പേരാണ് കസബ വില്ലേജിലെ IHRD ടെക്നിക്കൽ SSS, അതുപോലെ മാവൂർ വില്ലേജിൽ പെട്ട കച്ചേരിക്കുന്ന് സാംസ്കാരിക നിലയം, കുമരനല്ലൂർ വില്ലേജിൽപ്പെട്ട മുട്ടോളി ലോളി അംഗൻവാടി, ചേവായൂർ വില്ലേജിലെ NGO ക്വാർട്ടേഴ്സ് സ്കൂള്, കോട്ടോളി GLP സ്കൂൾ എന്നിവിടങ്ങളിൽ 4 ക്യാമ്പുകളിലായി കഴിയുന്നത് 36 പേരാണ്. ഇവരുടെയൊക്കെ വീടിടിഞ്ഞ സാഹചര്യമുണ്ട്. അതുപോലെ വീടിന് ഭീഷണിയുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിരവധി കിണറുകൾ ഇടിഞ്ഞു പോയ സാഹചര്യമുണ്ട്. വെള്ളക്കെട്ടുകൾ, പുഴകളിലൊക്കെ വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ, അതുപോലെ തന്നെ വെള്ളത്തിന്റെ വർധന ഉണ്ടായിട്ടുണ്ട്. തോരാതെ പെയ്യുന്ന മഴയായതുകൊണ്ട് തന്നെ ഏത് സമയത്തും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് കണക്കാക്കി തന്നെയാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരുന്നത്. അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രവും ഇന്ന് തുറക്കില്ല എന്ന്, അതായത് പ്രത്യേകിച്ച് DTPCയുടെ കീഴിലുള്ള കോഴിക്കോട് സരോവരം, അതുപോലെ ബട്ടറോഡ് ബീച്ച്, കാപ്പാട്, അതുപോലെ വടകര ഡാൻസസ് ബാങ്ക്, അരിപ്പാറ ഉൾപ്പെടെയുള്ള, അതുപോലെ തുഷാരഗിരി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടേക്കൊന്നും സഞ്ചാരികളെ പ്രവേശിപ്പിക്കുകയില്ല എന്നാണ്
പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം ഇന്നലെ മുതൽ വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. ഇത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ രാവിലെ പ്രവൃത്തി ആരംഭിച്ചു, വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കനത്ത മഴ, തോരാതെ പെയ്യുന്ന മഴ ഈ പ്രവർത്തനത്തിനും തടസ്സം നിൽക്കുന്നുണ്ട്. അശ്വതി, ഇതൊക്കെയാണ് ഏകദേശം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ. ശരി സിദ്ദിഖ്, വളരെ വിശദമായി തന്നെ കോഴിക്കോട് ജില്ലയിലെ മഴക്കെടുതിയുടെ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചു. നമുക്കിനി എറണാകുളത്തേക്ക് പോകാം, കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ മഴ ഇപ്പോൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ ഇടമുറിയാതെ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ഇടവേളകൾ ഉണ്ട് എന്നതാണ് കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം, എറണാകുളത്തെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും മഴയുണ്ടായിരുന്നു, പക്ഷെ അതിനൊരു ഇടവേളകൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് കാര്യമായ രീതിയിലേക്ക് ഒരു മഴക്കെടുതിയിലേക്ക് ഇത്തവണയും എത്തിയിട്ടില്ല എന്നതാണ്. കാര്യമായിട്ട് എത്തിയിട്ടില്ല. ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് തുറക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായത്. അത് പറവൂരാണ്. ഇവിടെ ഒരു കുടുംബമാണ് ഇപ്പോൾ നിലവിലത്തെ സ്ഥിതിയിൽ ഒരു കുടുംബമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുമില്ല. അപ്പോൾ ഇടവേളകൾ ഉണ്ടാകുന്നു എന്നത് വലിയൊരു ആശ്വാസമായിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് നഗരത്തിലേക്ക് വരികയാണെങ്കിൽ കാര്യമായ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് എവിടെയും തന്നെ കൊച്ചി നഗരത്തിൽ ദൃശ്യമല്ല. അത് ഈ മഴയുടെ ഒരു ഇടവേളകൾ വലിയ അനുഗ്രഹമാവുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ളൊരു സമയം കിട്ടുന്നു. ഒപ്പം ഇതിന് നഗരത്തിന് പുറത്തേക്ക് വരുമ്പോഴും വലിയ വിഷയങ്ങൾ ഉണ്ടാകാതെ പോകുന്നു. പ്രത്യേകിച്ച് കിഴക്കൻ മേഖല ഒഴിച്ച് കിഴക്കൻ മേഖലയിൽ മലയോര മേഖലയിൽ കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ മരം വീണ കാര്യമായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം കുന്നത്തുനാട് താലൂക്കിൽ ഏതാണ്ട് 6 വീടുകൾക്ക് ഭാഗികമായിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ താലൂക്കിൽ 3 വീടുകൾക്കും കണയന്നൂർ താലൂക്കിൽ 3 വീടുകൾക്കും ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ജില്ലയിൽ പൊതുവിൽ ഇങ്ങനെ ഭാഗിക കേടുപാടുകൾ സംഭവിച്ച വീടുകളുടെ എണ്ണം 31ആണ്. ഈ മറ്റ് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൽ അണക്കെട്ടുകൾ ഭൂതത്താൻ അണക്കെട്ട് ഏതാണ്ട് മുഴുവൻ ഷട്ടറും 15 ഷട്ടറും തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലങ്കര ഡാമിൻ്റെയും അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്. ഇത് പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ പെയ്യുന്ന മഴവെള്ളം കൂടുതൽ പെരിയാറിലേക്ക് ഇരച്ചെത്തുന്നു. ഇടുക്കിയിൽ അടക്കമുള്ള ആ മഴവെള്ളപ്പാച്ചിൽ കൂടുതലും എത്തുന്നത് പെരിയാറിലേക്കാണ്. അതുകൊണ്ട് തന്നെ പെരിയാറിലെ ജലവിധാനം ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം, ആലുവ കേന്ദ്രീകരിച്ച് ആലുവ ക്ഷേത്ര പരിസരങ്ങളും കേന്ദ്രീകരിച്ച് ജലവിധാനം ഉയർന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അത് ഒഴുകിയെത്തുന്ന ഏലൂർ മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എങ്കിലും അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നു. ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ അടക്കം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കാര്യമായ രീതിയിലുള്ള മഴക്കെടുതികൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് അത് ഈ മഴയ്ക്ക് ഒരു ഇടവേളകൾ ലഭിക്കുന്നത് കൊണ്ടുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസവും ആനുകൂല്യവും ഒന്നുകൊണ്ട് മാത്രമാണ്. തീരമേഖലകളിലേക്ക് വരുമ്പോൾ തീരമേഖലകൾ പതിവ് പോലെ തന്നെ പ്രക്ഷുബ്ധമാണ്. പ്രത്യേകിച്ച് കണ്ണമാലിയും എടവനക്കാടും അടങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കടലാക്രമണം നേരത്തെ മൺസൂണിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന പോലെ ന്യൂനമർദ്ദമാകുമ്പോൾ അതൊന്നുകൂടി വർദ്ധിക്കും. അവരുടെ അത്തരം ദുരിതങ്ങൾ വർദ്ധിക്കുന്നു. അതിലിടവേളകളില്ല എന്നതാണ്. അത് മഴ കൂടിയാലും കുറഞ്ഞാലും എല്ലാം തന്നെ അവരുടെ വിഷയങ്ങൾ വലിയ സങ്കീർണമായിട്ട് തന്നെ തുടരുകയാണ്. ജില്ലയിൽ പൊതുവിൽ മഴ കുറഞ്ഞും കൂടിയും ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ട് കാര്യമായ വെള്ളക്കെട്ടിലേക്കോ കാര്യങ്ങളിലേക്കോ വന്നിട്ടില്ല. എങ്കിലും ജാഗ്രത തന്നെയാണ് ജില്ലയിൽ തുടരുന്നത്. പ്രത്യേകിച്ച് പെരിയാറിൻ്റെ തീരങ്ങളിൽ ഉള്ളവർ വലിയ ജാഗ്രതയിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് മുൻകാല അനുഭവങ്ങളുടെ കൂടി ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ്. ജില്ലയിൽ മറ്റു മഴ മുന്നറിയിപ്പ് കൂടുതൽ ശക്തമാകുമെന്ന കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഒപ്പം ഇടമലയാർ ഡാം തുറക്കുമ്പോഴാണ് കൂടുതൽ വെള്ളമൊഴുക്ക് പെരിയാറിലേക്ക് അടക്കം ഉണ്ടാകുന്നത്. പക്ഷേ ഇടമലയാർ ഡാമിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് നീരൊഴുക്കുകളൊന്നും വർദ്ധിച്ചിട്ടില്ല എന്നത് തന്നെ ഒരു ആശ്വാസകരമായിട്ട് തന്നെ തുടരുകയും ചെയ്തു. ശരി, ഡാനി പോളാണ് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്. മഴ
അതിശക്തമായി തുടരുകയാണ് പലയിടത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിക്കുന്നത് ജാഗ്രതയോടെ, അത് പുറത്തേക്കിറങ്ങാതെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും കുട്ടികൾ കൂട്ടമായി അല്ലെങ്കിൽ കൂട്ടുകൂടി ജലാശയങ്ങളിലേക്ക് പോവുകയും അപകടത്തിൽപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജാഗ്രത വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ എന്താണ് അവസ്ഥ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് മഴ സംബന്ധിച്ച്? ശ്രുതി, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ അല്പം മഴയ്ക്ക് കുറവുണ്ടായിരുന്നു എങ്കിലും രാത്രിയോടെ വീണ്ടും മഴ കനത്തു. ഇപ്പോഴും ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ ചെറിയ തോതിലൊക്കെ മണ്ണിടിച്ചിട്ടുള്ളൊപ്പം മരം വീടൊക്കെ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കാര്യമായ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചില്ല എന്നത് വലിയ ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പും ഉയരുന്ന സാഹചര്യമുണ്ട്. കല്ലാറുകുട്ടി, മലങ്ക തുടങ്ങിയ അണക്കെട്ടുകളിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കല്ലാറും പൊന്മുടിയും ഇരട്ടയാർ ഡാമിൽ ഒക്കെ വെള്ളം പരമാവധി സംഭരണശേഷിയിലേക്ക് അടുക്കുകയാണ്. എന്തായാലും ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന നിരോധനങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഗ്യാപ് റോഡിലൂടെ പകൽ സമയത്തും യാത്ര അനുവദിക്കുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലും മുൻ വർഷങ്ങളിലൊക്കെ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുകയും വലിയ അപകടങ്ങളൊക്കെ ഗ്യാപ് റോഡിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുൻകൂട്ടി ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ദേവികുളം മുതൽ ചിന്നക്കല പവർ ഹൗസ് സമീപം വരെയുള്ള പ്രദേശത്തെ കൂടിയുള്ള യാത്രയാണ് നിരോധിച്ചിരിക്കുന്നത്. അതോടൊപ്പം രാത്രികാല യാത്രയും ഹൈറേഞ്ചിലൂടെയുള്ള രാത്രികാല യാത്രയ്ക്കും നിരോധനം ഇന്നലെയും ഉണ്ടായിരുന്നു. ഇതാണ് ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കനത്ത മഴയുടെ സാഹചര്യത്തിലാണ് ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കൊപ്പം വലിയ തോതിൽ കാറ്റും വീശുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അതുതന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതിനും റോഡുകളിലേക്കൊക്കെ മരം ഒടിഞ്ഞു വീഴുന്നതിനൊക്കെ ഇടയാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ നിരവധി പ്രദേശങ്ങൾക്ക് മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ഗതാഗതം തടസ്സപ്പെടുകയും വീടുകൾക്ക് മുകളിലേക്ക് മരം ഒഴിഞ്ഞു വീണ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ശരി പ്രിൻസ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയുകയായിരുന്നു, ഇത്തരത്തിൽ അവധി പ്രഖ്യാപിക്കുമ്പോൾ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോവുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മലയാളികൾ അങ്ങനെ പോകാറുണ്ട്. അതിനും അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലെ? പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടുന്നു എന്ന് പറയുന്നു. അതിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, നിലവിൽ ഇടുക്കിയിലേക്കുള്ള വിനോദസഞ്ചാരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്, വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന കേന്ദ്രങ്ങളിലേക്കൊന്നും കാര്യമായ സഞ്ചാരികൾ എത്തുന്ന ഒരു സാഹചര്യമില്ല. എങ്കിൽ പോലും സഞ്ചാരികളിൽ ചിലരെങ്കിലും ഇങ്ങനെ ഇത്തരത്തെ സംഭവങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇടുക്കിയിലേക്ക് പ്രത്യേകിച്ചും മലയാളികളാണ് എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അറിയാതെ ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അറിയാതെ ഈ മഴയുടെ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി അറിയാതെ എത്തുന്നവരുണ്ട്. എന്തായാലും ഇപ്പോൾ ഓഫ് സീസൺ ആയെന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള സഞ്ചാരികളുടെ തിരക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവപ്പെടുന്നില്ല. എന്നാലും സഞ്ചാരികൾ എത്തുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പോൾ രാമക്കൽമേട് അടക്കം കാറ്റും കൂടുതലായി വീശുന്ന പ്രദേശങ്ങളിലൊക്കെ ആളുകളെ കയറ്റിവിടുന്നതിന് നിയന്ത്രണം നിരോധിച്ചിട്ടുണ്ട്. ആളുകളെ കയറ്റിവിടുന്നില്ല. വലിയ കാറ്റും ഈ മഴയ്ക്കൊക്കെ വലിയ കാറ്റും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതോടൊപ്പം തന്നെ സഞ്ചാരികളെ ജീപ്പ് സഫാരി അടക്കമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിലക്കുന്ന അവസ്ഥ കൂടിയുണ്ട്. പ്രത്യേകിച്ചും വലിയ മൺപാതകൾ കൂടിയൊക്കെ പോകുമ്പോൾ വലിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാലാണ് ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഈ പുഴയോരങ്ങളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കും ഒക്കെ കടക്കരുന്ന നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നു. ഇത്തരം മഴ പെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ വലിയ തോതിലുള്ള അപകടങ്ങൾ ഈ പ്രദേശങ്ങൾക്ക് സംഭവിക്കാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ നിരോധനങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് കടന്നിരിക്കും. വരും ദിവസങ്ങളിലൊക്കെ മഴ ഈ സാഹചര്യത്തിൽ തുടരുകയാണ് പൂർണ്ണമായ ഒരു നിരോധനത്തിലേക്ക് പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിൽ എത്തപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. അതോടൊപ്പം ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നു. ശരി, പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്. നമുക്ക് നിരവധി കമന്റുകൾ യൂട്യൂബിൽ വരുന്നുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തിരുവനന്തപുരത്ത് അവധിയുണ്ടോ? അവധി വെക്കൂ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ, ശക്തമായിട്ട് പെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന് അച്ചു പറയുന്നു, എറണാകുളത്ത് ഭയങ്കര മഴയാണെന്ന് പറയുന്നുണ്ട്. സലീന പറയുന്നു, എറണാകുളത്ത് അവധിയുണ്ടോ എന്ന്. അവധി ഇതുവരെ എറണാകുളത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. ലക്ഷ്മി പറയുന്നു, എറണാകുളത്ത് ഹെവി റെയിൻ ആണുള്ളതെന്ന്. പൂജയും പറയുന്നു, എറണാകുളത്ത് ഭയങ്കര മഴയാണ് എന്ന്. അപ്പോൾ എന്തായാലും ഡാനി നേരത്തെ എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ, കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് ഒരു ഇടവേള എടുത്താണ് മഴ പെയ്യുന്നത്, അതുകൊണ്ട് വലിയ വെള്ളക്കെട്ടൊന്നും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ മടി പിടിച്ചിരിക്കാതെ സ്കൂളിൽ പോകുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ആലപ്പുഴയിലേക്ക് ഒന്ന് പോകാം.
ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, വെരി ഗുഡ് മോർണിംഗ്. ആലപ്പുഴ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന 8 ജില്ലകളിൽ ഒരു ജില്ലയാണ്. എങ്ങനെ ഇപ്പോൾ മഴയുണ്ടോ അവിടെ? എന്താണ് വിശദാംശം? അശ്വതി, ആലപ്പുഴ ജില്ലയിൽ നേരിയ ചാറ്റൽ മഴ രാവിലെ ഉണ്ട്. ഇന്നലെ വൈകിട്ടൊക്കെ മഴയുണ്ടായിരുന്നു, പക്ഷെ ഇന്നിപ്പോ മഴയ്ക്കൊരു ആശ്വാസമായിട്ടുണ്ട്. നേരിയ ചാറ്റൽ മഴ മാത്രമാണ് ഇടയ്ക്ക് ഉണ്ടാവുന്നത്. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അതായത് മഴയെ തുടർന്ന് പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലുള്ള എടത്വ, വിയ്യപുരം, ഒപ്പം തന്നെ തലവടി പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ, അവിടെ ചെറിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. ആലപ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ജലനിരപ്പെങ്കിലും അപകടകരമായ സാഹചര്യത്തിലേക്ക് ഉയർന്നൊരു ഘട്ടത്തിലേക്കൊന്നും എത്തിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ, ഇനി കിഴക്കൻ മേഖലകളിലൊക്കെ മഴ തുടർന്നാൽ ഒരുപക്ഷെ പമ്പ, ചെങ്കോവിൽ ആറുകളിലേക്ക് ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ വലിയ മോശകരമായ സാഹചര്യം ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇന്ന് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മഴയെ തുടർന്ന് പലയിടങ്ങളിലും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. മരങ്ങൾ കടപുഴകി വീണ് അടക്കം കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാനും ഒക്കെ കണക്കുകൂട്ടി തന്നെ ഇന്ന് ജില്ലാ ഭരണകൂടം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പോകുന്ന വഴികളിൽ വെള്ളക്കെട്ടുകളൊക്കെ രൂപപ്പെട്ടുള്ളതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ മുഴുവൻ ഇന്ന് അവധിയാണ്. ഒപ്പം NDRF സംഘം എത്തിയിട്ടുണ്ട്. കാരക്കോടത്തുള്ള NDRF സംഘം എത്തി ഈ തലവടിയിലും എടത്തുവിലുമൊക്കെയുള്ള ഈ വെള്ളം കയറിയ താഴ്ന്ന പ്രദേശങ്ങളിൽ അവരെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആരും NDRF സംഘം ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ അവര് അവിടെ എത്തി സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം അവർ ക്യാമ്പിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഒരു ഗുരുതരമായ സാഹചര്യം ഒന്നും ആലപ്പുഴ ജില്ലയിൽ ഇല്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമുണ്ട് മഴയെ തുടർന്ന്. അതാണ് ശരണ്യ, ഈ കുട്ടനാടിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ഈ നിർത്താതെ മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അവിടുത്തെ ദുരവസ്ഥ എങ്ങനെയാണ് ആളുകളുടെ? അപ്പർ കുട്ടനാട് മേഖലകളിലാണ് അശ്വതി ചെറിയ തോതിൽ വെള്ളം കയറിയിട്ടുള്ളത്. അതായത് സ്ഥിരമായി ഇപ്പോൾ തുടർച്ചയായി ഒരു ദിവസം മഴ പെയ്താൽ തന്നെ വെള്ളം വരുന്ന സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ അപ്പർ കുട്ടനാട്ടിലെ പമ്പയാറിന്റെ തീരപ്രദേശങ്ങളാണ് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ആ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതേസമയം കൈനഗിരിയൊക്കെ അടക്കമുള്ള പ്രദേശങ്ങൾ, അവിടെ സാധാരണഗതിയിൽ ഏറ്റവും ആദ്യം കുട്ടനാട്, അപ്പർ കുട്ടനാടല്ല അല്ലാത്ത കുട്ടനാടൻ മേഖലകളാണ്, അവിടെ വെള്ളം കയറേണ്ടതാണ്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ റോഡുകളൊക്കെ സഞ്ചാരയോഗ്യമാണ്, മറ്റ് പ്രശ്നങ്ങളില്ല. ചെറിയ തോതിൽ വളരെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടതിനപ്പുറത്തേക്ക് മറ്റ് ഇടങ്ങളിൽ അത്ര പ്രതിസന്ധി, ഈ കൈനഗിരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ആദ്യം കൈനഗിരിയിലാണ് വെള്ളം വരേണ്ടത്, അവിടെ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ്. വഴികളൊക്കെ തന്നെ സഞ്ചാരയോഗ്യവുമാണ്. ഒപ്പം ഈ പറഞ്ഞ പോലെ പമ്പയാറിന്റെ തീരപ്രദേശങ്ങൾ, അത് വിയ്യപുരം പഞ്ചായത്തിന്റെ ചിലയിടങ്ങൾ തീരപ്രദേശങ്ങൾ, ഒപ്പം തന്നെ തലവടി പഞ്ചായത്തിന്റെ ചില വാർഡുകൾ, അങ്ങനെ എടത്വ, അത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് നേരിയ തോതിൽ വെള്ളം കയറിയിട്ടുള്ളത്. ആ വെള്ളം അത് പെയ്ത്ത് വെള്ളമാണ്. അതായത് ജലാശയങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വെള്ളമല്ല, മറിച്ച് പെയ്ത്ത് വെള്ളമാണ് ആ പ്രദേശത്തുള്ളത്. എവിടെയും ജലാശയങ്ങൾ കവിയുന്ന ഒരു സാഹചര്യം ഇല്ല അശ്വതി. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും വരുന്ന ദിവസങ്ങൾ, അതായത് കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ച് ആദ്യം വെള്ളം എത്തുക ഈ പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ കിഴക്കൻ മേഖലകളിൽ തോരാതെ പെയ്ത മഴയാണെങ്കിൽ സ്വാഭാവികമായും വെള്ളം ഒഴുകി പുറന്തള്ളുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ട് വഴിയാണ്. അതുകൊണ്ട് തന്നെ ആ ജലം ഇവിടെ ഒഴുകിയെത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതിസന്ധി. എന്നാലും മഴ ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടവേളകളുള്ള മഴയാണ്, നിർത്താതെയുള്ള മഴയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വലിയ പ്രതിസന്ധി ഒന്നും രൂപപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റ് കിഴക്കൻ മേഖലകളിലും മഴ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ അത്ര പ്രതിസന്ധി ആലപ്പുഴ ഉണ്ടാവില്ല. പക്ഷെ അവിടെ ശക്തി പ്രാപിച്ചാൽ ഈ പറഞ്ഞതുപോലെ എല്ലായിടങ്ങളിലും പ്രത്യേകിച്ച് ഒഴുകി നീങ്ങുന്ന പ്രദേശങ്ങൾ, തീരപ്രദേശങ്ങളിലാണ് ഈ പ്രശ്നം കൂടുതലായി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരു മഴക്കാലത്തും അത്തരത്തിൽ പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലെ താഴ്ന്ന പഞ്ചായത്തുകളിലെ വാർഡുകളിലാണ് ഈ വെള്ളം കയറിയിരുന്നത്. അപ്പോഴും കൈനഗിരി അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ പ്രതിസന്ധി ഇല്ലായിരുന്നു. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല ജില്ലയിൽ. അശ്വതി, ശരി. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലും ഇന്ന് അവധിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്. നമുക്ക് കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്തും ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കോട്ടയത്തെ അവസ്ഥ എന്താണ്? കോട്ടയത്തും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അശ്വതി, രാത്രി ഏതാണ്ട് എല്ലാ താലൂക്കുകളിലും ശക്തമായ മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതേസമയം നദികളുടെ ജലനിരപ്പ് അപകട നിലയിലേക്ക് എവിടെയും എത്തിയതായിട്ടുള്ള വിവരം ഇതുവരെയും നൽകിയിട്ടുമില്ല.
എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്നത് അതിശക്തമായ കാറ്റാണ്. ഈ കാറ്റാണ് വലിയ പ്രതിസന്ധിയായി മാറുന്നത്. കോട്ടയം നഗരത്തിന് സമീപ പ്രദേശങ്ങൾ, പാലായോട് ചേർന്ന പ്രദേശങ്ങൾ, രാമപുരം, അങ്ങനെ വിവിധ മേഖലകളിൽ അതിശക്തമായ കാറ്റടിക്കുകയും നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പല സ്ഥാപനങ്ങളുടെ മുകളിലേക്കും വാഹനങ്ങളുടെ മുകളിലേക്കും ഒക്കെ മരങ്ങൾ വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുരിതപൂർണമായ ഒരു അപകടം നിറഞ്ഞൊരു സാഹചര്യമുള്ളത്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് സാധാരണ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുമ്പോഴാണ് അവധി പ്രഖ്യാപിക്കാറുള്ളത്. ഇത് വെള്ളം കയറി ഒരു ദുരിതം എന്നുള്ളതിനപ്പുറത്തേക്ക് അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളാണ് ഇവിടെ ദുരിതം വിതയ്ക്കുന്നത് എന്നുള്ളതാണ് ഇത്തവണയും എടുത്ത് പറയാനുള്ളത്. 2 ആഴ്ച മുമ്പ് പെയ്ത മഴയിലും സമാനമായ സാഹചര്യമാണുള്ളത്. കോട്ടയം താലൂക്കിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ടൂറിസം മേഖലകളിലേക്ക് ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖനനത്തിന് നിരോധനമുണ്ട്. ഒപ്പം തന്നെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഉണ്ട്. അശ്വതി. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇന്നലെ രാത്രി ഇനി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് TV-യിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ കമന്റ് വരുന്നുണ്ട്. യാദവ് കൃഷ്ണ ചോദിക്കുന്നു, എറണാകുളത്ത് മഴയാണെന്ന് പറയുന്നു, പക്ഷെ രക്ഷയില്ല, എറണാകുളത്ത് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ജയേഷ് ചോദിക്കുന്നു ലീവാണോ എന്ന്. എവിടെയാ ജയേഷ് ലീവാണോ എന്ന് ചോദിക്കുന്ന സ്ഥലം പറഞ്ഞിട്ടില്ല. ഒപ്പം NR ചോദിക്കുന്നു, പത്തനംതിട്ടയിൽ അവധിയില്ലേ? അവധിയില്ല. പത്തനംതിട്ടയിൽ മഴയുണ്ടോ എന്നുള്ളതാണ്. മഴയില്ലാത്തതുകൊണ്ടായിരിക്കും അവിടെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. മലപ്പുറം ഉണ്ടോ എന്ന് സഹദ് സോന് ചോദിക്കുന്നു. മലപ്പുറത്തും ഇല്ല. മലപ്പുറത്ത് ഇതുപോലെ അവധിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വ്യാജ വാർത്തകളും വന്നിരുന്നു, പക്ഷെ അവധി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊന്ന്, മലപ്പുറത്ത് ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് ജാഗ്രത തുടരണം. നമ്മുടെ സുരക്ഷ നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് എന്ന് എല്ലാവരും ഓർക്കുക. കനത്ത മഴയെ തുടർന്ന് പല ഡാമുകളുടെയും ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. നമുക്ക് മലങ്കര അണക്കെട്ടിന്റെ 6 ഷട്ടറുകളും തുറന്നതിന്റെ ആകാശ ദൃശ്യം ഒന്ന് കണ്ടുവരാം. മഴയുടെ സമ്പുഷ്ടമായ പോസിറ്റീവായ വശത്തിനപ്പുറം അപകടങ്ങൾ ഈ സമയത്ത് കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളേറെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. തിരുവനന്തപുരം പേരൂർക്കടയിൽ ദമ്പതികൾ സഞ്ചരിച്ച കാറിന് മുകളിൽ മരം വീണ് യുവതി മരിച്ചു എന്ന വാർത്ത ഇന്നലെ രാത്രിയാണ് വന്നത്. തൊളിക്കോട് സ്വദേശി മോളിയാണ് മരിച്ചത്. ഭർത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാത്രി 8 മണിയോടെ ആയിരുന്നു അപകടമുണ്ടായത്. അഗ്നിരക്ഷാ സേന എത്തി മരം മുറിച്ചു മാറ്റി. റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഈ മഴയത്ത് നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർ ഈ റോഡ് മഴ പെയ്ത് തെന്നിക്കിടക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിവേഗത്തിലേക്ക് നമുക്ക് വേണ്ട ഇടത്തേക്ക് എത്താനുള്ളൊരു പാച്ചിൽ നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റ്